ഉത്രാട ദിനത്തിൽ തൂശനിലയിൽ വിളമ്പിയ വിഭവസമൃദ്ധമായ സദ്യയുണ്ട് ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വാനരപ്പടയുടെ ഓണാഘോഷം. ധർമ്മശാസ്താവിന്റെ തോടരായ വാനരന്മാർക്കായി കുത്തരിച്ചോറും പരിപ്പും പപ്പടവും പച്ചടിയും കിച്ചടിയും അവിയലും തോരനും കാളനും ഓലനും അടക്കമുള്ള വിഭവങ്ങൾ രാവിലെ 10:30 തൂശനിലയിൽ നിരന്നു. വാനര ഭോജനശാലയിൽ വിഭവങ്ങൾ വിളമ്പിയ ശേഷം എല്ലാവരെയും അവിടേക്ക് ക്ഷണിച്ചു. എന്നാൽ 125ഓളം വരുന്ന ക്ഷേത്രക്കുരങ്ങുകൾ ആദ്യം അതത്ര കാര്യമാക്കിയില്ല. കൂട്ടത്തിലെ തലമുതിർന്നവർ ആദ്യമെത്തി ഭക്ഷണം രുചിച്ചു നോക്കിയ ശേഷം കുഴപ്പമില്ലെന്ന് അറിയിച്ചാൽ മാത്രമേ മറ്റുള്ളവരെത്തുമെന്ന പതിവുമുണ്ട്. ഇക്കുറിയും അത് തെറ്റിച്ചില്ല. കൂട്ടത്തിലെ മൂപ്പന്മാരെത്തി സദ്യ രുചിച്ചു നോക്കി. കുഴപ്പമില്ലെന്ന് തലയാട്ടിയതോടെ മറ്റുള്ളവർ കുതിച്ചെത്തി. എന്നാൽ മൂപ്പന്മാർ കുട്ടിക്കുരങ്ങുകളെ ആട്ടിയോടിക്കുന്നതും കാണാമായിരുന്നു. ഇവർക്കായി മറ്റൊരിടത്ത് സദ്യ വിളമ്പി നൽകി. പായസവും പഴവുമാണ് കൂടുതൽ പേർക്കും ഇഷ്ടമായത്. വാരിയെറിഞ്ഞും കലയിച്ചും ആസ്വദിച്ചുമെല്ലാം സദ്യ ഉണ്ണുവാൻ അവർക്ക് 2 മണിക്കൂറോളം വേണ്ടി വന്നു. മനക്കര ശ്രീശൈലത്തിൽ MP അരവിന്ദാക്ഷൻപിള്ളയുടെ വകയായിട്ടാണ് ഉത്രാട സദ്യ ഒരുക്കിയത്. ശാസ്താംകോട്ട എന്ന പേര് കേൾക്കുമ്പോഴേ വാനരന്മാരെ കുറിച്ച് ഓർക്കാത്ത മലയാളികളുണ്ടെന്ന് തോന്നുന്നില്ല. ഭഗവാൻ ശ്രീരാമൻ്റെ കാലഘട്ടം തൊട്ട് ഇവിടത്തെ അന്തേവാസികളായിട്ടുള്ള ഒരു വിഭാഗം വാനരന്മാരാണ് ശാസ്താംകോട്ടയിലുള്ളത്. ഇവർക്ക് യഥാർത്ഥത്തിൽ കുറേ കാലം മുമ്പ് ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടായിരുന്ന അവസരത്തിൽ അന്ന് ഒരു 53 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ഒരു ഉത്രാട സദ്യയ്ക്ക് ആലോചിക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുത്തു വരുന്നതും. ഇന്ന് അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഭംഗിയായിട്ട് ഓണസദ്യ കഴിക്കുമ്പോൾ അവർ പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഈ ഒരു വിഭാഗത്തിന് ഭക്ഷണം കിട്ടാതിരിക്കുന്ന അവസ്ഥയെന്ന് പറയുമ്പോൾ നമുക്ക് വേദനാജനകമാണ്. അന്ന് അത് മനസ്സിലാക്കിയാണ് ഉത്രാട ദിവസം അവർക്ക് എൻ്റെ കണക്കായിട്ട് ഉത്രാട സദ്യ പല വിഭവങ്ങളോടുകൂടി ഇവിടെ കൊടുത്തു വരുന്നത്. വാനരന്മാർ സദ്യ ഉണ്ണുന്നത് കാണാൻ നിരവധി ഭക്തരും ക്ഷേത്രത്തിലെത്തിയിരുന്നു. തിരുവോണ ദിനമായ ബുധനാഴ്ചയും വാനരന്മാർക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകി.